ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ വരച്ച ലെവൽസാണ് കിടക്കുന്ന 15 മിനിറ്റിൻ്റെ അതേ ലെവലിൽ നിന്നാണ് ഇന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അല്ലേ. സെയിം ലെവൽ, ആ ലെവൽ നമുക്കൊന്ന് നീട്ടി കൊടുത്താൽ മതി ലെഫ്റ്റിലേക്ക്. സെയിം ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. നോക്കാം, ആ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്തു. അത് കാണിക്കുന്നത് എന്താ, നമ്മുടെ ലെവൽസ് കറക്റ്റ് ആണെന്ന് അത് കാണിച്ചു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പം ഇതിൻ്റെ ഒരു വലിയൊരു കാര്യം വെച്ചാൽ ഇനിയിപ്പോൾ പുതിയ റെസിസ്റ്റൻസ് കൊണ്ട് ഒരു ബിൽഡപ്പ് ചെയ്ത് വന്നു. ഇതാണ് പുതിയ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയാനായിട്ട്. ദിസ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. സോ ഈ സോൺ കട്ട് ചെയ്ത് ഇനി മേളിൽ പോയാൽ മാത്രമേ അടുത്തൊരു ലെവലിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. ഈ ലെവലിൽ അതേ ലെവലിൽ തന്നെ കിടക്കും, ഇതിൻ്റെ ഒരു മാറ്റം വരുന്നില്ല. ഇനി അടുത്ത റെസിസ്റ്റൻസ് ഇതിനാണ്. ഇത് മുന്നേ പഠിച്ച ലെവലാണ്. ഇനി പുതിയ ലെവലിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതാണ് ഈ ലെവൽ എന്ന് പറയുന്നത്. സോ ഈ ലെവല് ഇനി അടുത്ത ആഴ്ച ഇലക്ഷൻ റിസൾട്ടൊക്കെ ആണ്, അടുത്ത മൺഡേ. സോ ആ റിസൾട്ടുമായിട്ട് ബേസ് ചെയ്താണോ ഇതിൻ്റെ ഒരു മുകളിലേക്കുള്ള പോക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് താഴേക്കുള്ള പോക്കെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മുൻവിധികളൊന്നുമില്ല. ഇന്ന് എന്തായാലും പ്രത്യേകിച്ച് 15 മിനിറ്റ്സ് ലെവൽസൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മൾ ഇന്നലെ വെച്ച ലെവൽസ് തന്നെയാണ്, അതിൻ്റെ ഒരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. തൽക്കാലം നമ്മൾ വോളിയം ഒന്ന് നോക്കുവാണെങ്കിൽ, ഡെയിലിയുടെ വോളിയം നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നും വോളിയം കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. നമുക്ക് വോളിയം കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു ശരിക്കും. കഴിഞ്ഞ ഒരു ഹൈ വോളിയം സോണിൽ നിന്നും വീണ്ടും കമ്പാരിറ്റീവ്ലി വോളിയം കുറവായിരുന്നു പറയാൻ സാധിക്കും. നാച്ചുറലാണ്, റിസൾട്ട് സീസണോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ആൾക്കാർ കുറേ കെയർഫുൾ ആകാൻ മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. ദാറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമുക്ക് കിടക്കാം. സോ ബാങ്ക് നിഫ്റ്റി 15 മിനിറ്റ്സ് നമ്മൾ വരച്ചിട്ട് സോണാണിത്. 15 മിനിറ്റ്സ് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. സോ ബാങ്ക് നിഫ്റ്റിയിലും ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും മൂവ്മെൻറ്റ്സ് ഒന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് നമ്മൾ നിൽക്കുന്നത്. വി ഷുഡ് ബി വെരി കെയർഫുൾ. നമ്മൾ എടുത്തു ചാടിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കെയർഫുള്ളായിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ടോപ്പ് ലൈൻ ഒരു സോൺ നമ്മൾ വരച്ചാൽ ഇതൊരു കറക്റ്റ് ആ റെസിസ്റ്റൻസിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത് കേട്ടോ. കറക്റ്റ് ആ റെസിസ്റ്റൻസ് സോണിലാണ് കിടക്കുന്നത്. സോ ഈ സോൺ വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് താഴത്തേക്ക് വരയ്ക്കാം. ഇതാണ് സോൺ എന്ന് പറയുന്നത്. കറക്റ്റ് സോൺ ഇതാണ് ശരിക്കും. സോ നമ്മൾ കുറച്ചുകൂടെ അടുപ്പിച്ചാൽ ആ സോണിലേക്ക് കയറി കറക്റ്റ് ആ സോണിൽ ഹിറ്റ് ചെയ്തു, തിരിച്ച് താഴെ വന്നിട്ട് ഒരു പുൾ ബാക്ക് എടുക്കാൻ ശ്രമിച്ചു 15 മിനിറ്റ്സ് ക്യാൻഡിൽ. പക്ഷേ അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറി, ലോ പൊളാരിറ്റി സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാറിയ ശേഷം അവിടെ തന്നെ നിൽക്കുകയാണ്. സോ പ്രത്യേകിച്ച് പുതിയ സോൺസ് ഒന്നും വരയ്ക്കാൻ ഇടത്തില്ല. സോ നമുക്ക് വേണമെങ്കിൽ ഈ ലെവൽ വരെയൊക്കെ വേണമെങ്കിൽ ഈ ഒരു സോണിനെ നീട്ടാൻ സാധിക്കും. ഇത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഇട്ട് നീട്ടിയാൽ ഇതാണ് കറക്റ്റായിട്ടുള്ള സോണായിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതാണ് കറക്റ്റ് സോണായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് തന്നെ നമുക്ക് വേണം നാളത്തേക്ക് നീട്ടി കൊടുക്കാം. സോ നാളത്തെ ക്യാൻഡിൽ അനാലിസിസിൽ നമുക്ക് ഈ സോണിൽ എന്ത് സംഭവിച്ചെന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ സോണിൽ സംഭവിച്ചെന്നുള്ളത് നമുക്ക് അറിയാം. നാളെ നമുക്ക് അനാലിസിസ് കാണാൻ സാധിക്കും. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇന്ത്യ ബിക്സ് എന്താ പറയുക, 2 കൊല്ലത്തിന് ശേഷം 2022 ജൂണിന് ശേഷമാണ് ശരിക്ക് പറഞ്ഞാൽ വീണ്ടും 23 മേളിൽ വരുന്നത്. സോ ഇന്ത്യ ബിക്സ് എന്ന് വെച്ചാൽ ഫിയർ ആൻഡ് ഗ്രീഡ് ഫാക്ടർ എന്ന് പറയും. സോ ഫിയർ ആൻഡ് ഗ്രീഡ് ഫാക്ടർ കയറി വരിക എന്ന് വെച്ചാൽ ഹൈ വോളറ്റിലിറ്റിയാണ് മാർക്കറ്റ് കാണിക്കുന്നത്. ബേസിക്കലി ഒരു വലിയൊരു ഇവൻറ്റിനോട് ചേർന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് വരത്തുള്ളൂ. സോ ഇവൻറ്റ് നമുക്കറിയാം, ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷൻ റിസൾട്ടിലേക്ക് കടക്കുന്നു. ആക്ച്വലി ഫിയർ ആൻഡ് ഗ്രീഡ് ഫാക്ടർ വല്ലാതെ കൂടുന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. സോ അടുത്ത ഒരു 4 ട്രേഡിംഗ് ഡേയ്സിൽ സോ ഇത് 23 താഴെ പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. ആ ഒരൊറ്റൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ സെർട്ടൺ ആയിട്ടുള്ള ട്രേഡ്സ് മാത്രം എന്താ പറയുക, നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള ട്രേഡ്സ് മാത്രമേ നിങ്ങൾ കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഫിയർ ആൻഡ് ഗ്രീഡ് ഫാക്ടർ കിടക്കാൻ നേരത്ത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺസേൺ ആണ് ശരിക്കും. സോ ഇന്ന് വന്ന ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ടിംകൻ സിംഗപ്പൂർ 6.6% സ്റ്റേക്ക് ടിംകൻ ഇന്ത്യയിൽ വിൽക്കാനുള്ള ശ്രമത്തിലാണ്. ഡീൽ സൈസ് വന്നിട്ട് 1775 കോടിയാണ്. സോ ഫ്ലോ പ്രൈസ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് എക്സ്പെക്റ്റഡ് ഫ്ലോ പ്രൈസ് ആണ്. അവർ ഫിക്സ് ചെയ്യാൻ സാധ്യതയുള്ളൊരു പ്രൈസാണ് 3550 രൂപ, വിച്ച് ഈസ് 10.2% ഡിസ്കൗണ്ട് 1 ഡേയ്സ് ക്ലോസിംഗ് പ്രൈസ് ആണ്. സോ അതുപോലെ തന്നെ ന്യൂസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദർ വിൽ ബി 180 ഡേയ്സ് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് സെല്ലേഴ്സിന്. അതും കൂടെ ഒരു ഫാക്ടറാണ് ശരിക്കും. അതാണ് ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ്. സോ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങൾ നമുക്ക് ഏകദേശം കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നത്. ഇന്ന് എക്സലന്റ് റിസൾട്ട് എന്ന കമ്പനിയാണ് മാക് പവർ CNC മെഷീൻസ് ആണ്. ഇന്ന് 5% യൂസിലാണ് ക്ലോസ് ചെയ്തത്. മാർക്കറ്റ് ക്യാപ്പ് 1567 കോടി, സ്റ്റോപ്പ് 60.5, ഇൻഡസ്ട്രി ബേസ് 43 ആണ്. പ്ലജിൽ പ്രശ്നമൊന്നുമില്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇസ് വെരി ഗുഡ് ആക്ച്വലി 73.2 ആൻഡ് ഡെറ്റ് എന്ന് പറയുന്ന കടമില്ലാത്ത കമ്പനിയാണ്. അത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. സി ദി ക്വാർട്ടർ റിസൾട്ട് കഴിഞ്ഞ മാർച്ചിൽ ടോപ്പ് ലൈൻ 54.32 എന്നുള്ളത് 71 ആയി. കഴിഞ്ഞ ക്വാർട്ടറിൽ 66 ആയിരുന്നു. 5 കോടി 5.0 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 12.81 ആയി. കഴിഞ്ഞ ക്വാർട്ടറിൽ 10.09 ആയിരുന്നു. ഇതിന്റെ പ്ലസ് പോയിന്റ് നോക്ക്, ഒരു കഴിഞ്ഞ ജൂൺ വെച്ച് ബാക്കി എല്ലാ ക്വാർട്ടറിലും എസ്കലേറ്റിംഗ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ്. 63, 66, 71.
9.04, 10.09, 12.81. And ഈ 12.81 10.09 കമ്പനിയുടെ ചരിത്രത്തിലെ ബെസ്റ്റ് ഫിഗേഴ്സ് ആയിട്ടാണ് 13 കൂട്ടർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് എക്സലന്റ് OPM എക്സ്പാൻഷൻ കഴിഞ്ഞ മാർച്ച് 9.32 ആയിരുന്നു, കഴിഞ്ഞ ക്വാർട്ടർ 15.26 ആണ്, അതാണ് 17.96 ആയത്. ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തെന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ മാർച്ചിലെ EPS എന്ന് പറയുന്നത് 3 രൂപയായിരുന്നു, അത് 9.01 ആയി. 300 ടൈംസ് ആണ് EPS ഗ്രോത്ത് വന്നിരിക്കുന്നത്. ആൻഡ് PR അക്കൗണ്ട് നോക്ക് 202 നിന്നും സെയിൽസ് 241 ആയി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 21 നിന്നും 35 ആയി. എന്താ ഗ്രോത്ത് അല്ലേ? ആൻഡ് OPM എക്സ്പാൻഷൻ 10 നിന്നും 15 ആയി. 12 രൂപ 88 പൈസ EPS 24 പൈസയായിട്ട് കുതിച്ചു വരുന്നു. സി ദ ബാലൻസ് ഷീറ്റ്, റിസർവ് കൂടിയിരിക്കുന്നുണ്ട് 87 109. കടമില്ലാത്ത കമ്പനിയാണ്. ആൻഡ് ക്യാപിറ്റൽ ഓർഗാനിക് പ്രോഗ്രസ് കഴിഞ്ഞ കൊല്ലം 3 കോടിയുടെ ക്യാപിറ്റൽ ഓർഗാനിക് പ്രോഗ്രസ് ഉണ്ടായിരുന്നു ഈ കമ്പനിക്ക്. ആൻഡ് വീൽ സി ദ റേഷ്യോസ് നോക്ക്, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 134, ഓൾമോസ്റ്റ് ദേ വർ ഏബിൾ ടു മെയിൻറ്റെയിൻ. ആക്ച്വലി അതൊന്നുകൂടെ കുറയ്ക്കാൻ സാധിച്ചെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് എന്താ സൂപ്പറാണെന്ന് വേണം പറയാൻ സാധിച്ചത്. ബട്ട് റിസൾട്ട് ഈസ് വെരി ഗുഡ് റിസൾട്ട്. ആൻഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പ്രൊമോട്ടറുകളുടെ 73.17, FIs 0.04 എന്നുള്ള 0.66 ആയിട്ട് കൂട്ടി, DAs 0.48, 0.18 ആയിട്ട് കുറഞ്ഞു. ജനങ്ങളുടെ വലിയ വ്യത്യാസമില്ല, അറൌണ്ട് 26 ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വെരി ഗുഡ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്.